ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ എല്ലാ ദിവസവും ഒരുപോലല്ലല്ലോ. ചില ദിവസം ഒരു പ്രത്യേക മൂഡുണ്ടായിരിക്കും, ഒരു പ്രത്യേക സന്തോഷം ഉണ്ടായിരിക്കും. നമ്മുടെ വിചാരങ്ങളും അതുപോലെ തന്നെയാണ്. ചില ദിവസം ഒട്ടും എനർജി കാണത്തില്ല, ഒരു വല്ലാത്ത ബോറിംഗ് ആയിരിക്കും. എന്നാൽ ചില ദിവസം അങ്ങനെയല്ല കേട്ടോ, നല്ല എനർജി ആയിരിക്കും, ഒരു പ്രത്യേക സന്തോഷമായിരിക്കും. ഈ ലൈംഗികതയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ചില ദിവസം നല്ല മൂഡായിരിക്കും, അപ്പോൾ ആ ദിവസം കുറച്ച് കൂടുതലായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ലൈംഗികതയിൽ ആദ്യം മുതൽ അവസാനം വരെ നിന്നുകൊണ്ട് ചെയ്യുന്ന രീതിയെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് രണ്ട് വ്യക്തികൾ തമ്മിൽ സന്തോഷത്തിന് വേണ്ടി, സംതൃപ്തിക്ക് വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അതിന് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല കേട്ടോ. അവർക്ക് ഏത് രീതി വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിന്നുകൊണ്ട് തുടക്കത്തിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും നമ്മൾ നിൽക്കുന്ന അവസ്ഥയിലും കിടക്കുന്ന അവസ്ഥയിലും എനർജി ലെവൽ രണ്ട് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ പങ്കാളികളെ സംബന്ധിച്ച് ഫോർപ്ലേ ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ കുറേ സമയം നിന്നുകൊണ്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ചില പുരുഷന്മാരെ സംബന്ധിച്ച് ഈ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ക്ഷീണം വരും, ഒരു ഉറക്കത്തിൻ്റെ ഫീല് വരും. പ്രത്യേകിച്ചും ഷുഗറൊക്കെ ഇച്ചിരി കൂടുതലുള്ളവരാണെങ്കിൽ. അടുത്തിടെ വിവാഹം കഴിച്ചവരെക്കുറിച്ചല്ല പറയുന്നത് കേട്ടോ. അവർക്കാവുമ്പോൾ കുറച്ച് ആകാംക്ഷയൊക്കെ കൂടുതലാണല്ലോ, ഒട്ടും ഉറക്കം വരത്തില്ല. അപ്പം നിന്നുകൊണ്ടാണ് പരിപാടി തുടങ്ങുന്നതെങ്കിൽ നമുക്ക് ഫ്രഷായിട്ട് ചെയ്യാൻ പറ്റും. ചിലർക്കാണെങ്കിൽ കട്ടിൽ കണ്ടാൽ ഉടനെ കിടക്കണം. കാരണം രാവിലെ മുതൽ വൈകിട്ട് വരെ പല ടെൻഷൻ പിടിച്ച വർക്കുകളാണല്ലോ, അപ്പം നല്ല ക്ഷീണം കാണും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, കിടക്കാതെ നിന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മളെ ആ മൂഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ പങ്കാളികൾ തമ്മിലുള്ള അടുപ്പം വർദ്ധിക്കാൻ ഈ സമയത്ത് ആലിംഗനത്തിനും ചുംബനത്തിനും ഒക്കെ വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും രണ്ട് രീതികളുണ്ട്. ഒന്ന് ഫേസ് ടു ഫേസ് നിൽക്കുന്ന രീതിയും മറ്റൊന്ന് ഒരേ പൊസിഷനിൽ നിൽക്കുന്ന രീതിയും. ഈ സമയത്ത് പുരുഷൻ പിറകിൽ വരും. യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെയൊക്കെ പിരിമുറുക്കമൊക്കെ ഒന്ന് മാറി ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നത്. ഈ സമയത്ത് പല സ്ഥലത്തും സ്ട്രോക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ചെവിയുടെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ, കഴുത്തിൻ്റെ ഭാഗം, മാറിടങ്ങൾ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ്. അപ്പോൾ ഇവിടെയൊക്കെ കൊണ്ട് കുറേ സമയം പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ശരീരത്ത് എവിടെയൊക്കെ പ്രഷർ പോയിൻറ്റുകളുണ്ടോ അവിടെയൊക്കെ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് റിലീസ് ചെയ്ത് നോക്കിക്കേ, ഒരു പ്രത്യേക അനുഭവമായിരിക്കും. അതുപോലെ മുറിക്കകത്തൊരു ടേബിൾ ഉണ്ടെങ്കിൽ നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സഹായകരമാണ്. ചില പങ്കാളികളെ സംബന്ധിച്ച് അവർക്കൊരു റെസ്റ്റിംഗ് പൊസിഷനിൽ ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടം. എന്നാൽ ചിലർക്കാണെങ്കിൽ അങ്ങനെയല്ല, കുറച്ച് എനർജറ്റിക് ആയിട്ട് വളരെ ആക്റ്റീവായിട്ട് ചെയ്യുന്നതാണ് അവർക്ക് താല്പര്യം. എന്ന് വെച്ചാൽ ഒരേ രീതിയിലല്ലാതെ ഇടയ്ക്കൊക്കെ പൊസിഷൻ മാറി മാറി ചെയ്യുന്നതാണ് അവർക്കിഷ്ടം. ഇതിനകത്ത് പുരുഷന്മാരെ സംബന്ധിച്ച് രണ്ട് തരമുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ചിലർക്കാണെങ്കിൽ ഫിസിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വല്ലാത്തൊരു മടിയായിരിക്കും. എന്നാൽ അവർക്ക് നല്ല കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഫിസിക്കലായിട്ടുള്ള ആക്ഷന് ഒരു എനർജി ഇല്ല, പക്ഷേ മെൻ്റൽ വർക്ക് നന്നായിട്ട് ചെയ്യും. എന്നാൽ ചില പുരുഷന്മാരെ സംബന്ധിച്ച് അങ്ങനെയല്ല, അവർ ഫിസിക്കലി വളരെ ആക്റ്റീവായിരിക്കും, പക്ഷേ മെൻ്റലി അത്ര വലിയ ചിന്താശക്തി ഇല്ല. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും എക്സ്ട്രീമിൽ പോകാതെ രണ്ടിൻ്റെയും ഇടയ്ക്ക് വരുന്ന രീതിയുണ്ടല്ലോ, അതാണ് നല്ലത്. ഇതിനകത്ത് എപ്പോഴും നല്ല ലൈംഗികതയ്ക്ക് നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ കുറച്ചൊക്കെ ആക്റ്റീവായിരിക്കണം. അങ്ങനെ കുറേ സമയം നിന്നോട്ട് ചെയ്തിട്ട് ടേബിളിൻ്റെ സഹായത്തോടെ അവസാനം ഡോഗി പോസ് ചെയ്യാം. അതല്ലെങ്കിൽ ലാസ്റ്റിൽ ഓരോരുത്തരുടെയും ഇഷ്ടം എന്താണോ അതനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ പുരുഷനെ സംബന്ധിച്ച് അവൻ്റെ ശരീരത്തെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ആത്മവിശ്വാസം ഇതിനകത്ത് തോന്നിക്കും. എന്ന് കരുതി എല്ലാ രീതിയും നല്ലത് തന്നെ കേട്ടോ, ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട്. പിന്നെ ചില പൊസിഷൻ വരുമ്പം പുരുഷന്മാരെ സംബന്ധിച്ച് ഈ ഭാഗത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നുമുണ്ട് കുറയുന്നുമുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും കൂടുതലായി കംഫർട്ടബിളായിട്ടുള്ള രീതി എന്താണെന്ന് അവരവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ. ചില സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഇതിനോട് നല്ല താല്പര്യമുള്ളവരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ അവർക്കും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. യഥാർത്ഥത്തിൽ ഇത് രണ്ടുപേരും ഈക്വലായിട്ട് ചെയ്യേണ്ട വർക്കാണ് കേട്ടോ. കാരണം ഇതൊരു ഷെയറിങ് പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റിക്ക് വേണ്ടി ആദ്യം മുതൽ അവസാനം വരെ നിന്നുകൊണ്ടാവാം. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.